ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് പറഞ്ഞു. ബോൾട്ടഡ് കണക്ഷനെ കുറിച്ച് പറഞ്ഞു, ബോൾട്ടഡ് കണക്ഷനിലുണ്ടാകുന്ന ഫെയിലിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് ബോൾട്ടഡ് കണക്ഷൻ വരുമ്പോൾ അതിൽ ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് പറഞ്ഞു, ലാപ്പ് ജോയിൻറ്റ് അതുപോലെ ബട്ട് ജോയിൻറ്റ്. അപ്പോൾ നമ്മളിനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്, ആ ടേംസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ രണ്ട് മെയിൻ പ്ലേറ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും കവർ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ മെയിൻ പ്ലേറ്റിലും ക്രോസ് സെക്ഷനിൽ നോക്കുമ്പോൾ രണ്ട് ലൈൻ ഓഫ് ബോൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 2 ലൈൻ ഓഫ് ബോൾസ് കൊടുത്തിട്ടുണ്ട്. മറ്റേ മെയിൻ പ്ലേറ്റിലും അതുപോലെ 2 ലൈൻ ഓഫ് ബോൾസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ ഡബിൾ കവർ ഡബിൾ ബോൾട്ടഡ് ബട്ട് ജോയിൻ്റ് എന്ന് പറയും. മറ്റേതിൽ അടുത്ത ഫിഗറിൽ ഒരു ലാപ്പ് ജോയിൻ്റാണ് കാണുന്നത്. നമുക്ക് ഫസ്റ്റ് ഫിഗറിനെ കുറിച്ച് തന്നെ പറയാം. നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പിച്ച് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോൾസ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം, രണ്ട് സൈഡിലും ടെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ടെൻഷൻ മെമ്പറാണ്. അതിൽ ഫോഴ്സ് ഡയറക്ഷനിൽ പാരലായിട്ട് വരുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ബോൾസ്, രണ്ട് ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനാണ് പിച്ച് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫിഗർ നോക്കിയാൽ അതിൽ കാണിച്ചിട്ടുണ്ട് പിച്ച് എങ്ങനെയാണ് കൊടുത്തിട്ടത്. ഓക്കെ, അതുപോലെ രണ്ടാമത്തത് ഗേജ് എന്ന് പറഞ്ഞാൽ അതും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോൾസ് ആണ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോൾസിനാണ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പിച്ചിൽ തന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ബോൾസ് പാരലായിട്ടാണ് ബോൾട്ട് ലൈൻസ് പാരലായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മളതിനെ ചെയിൻ കണക്ഷൻ എന്ന് പറയും. അതേസമയം നമ്മൾ ബോൾട്ട് ചിലപ്പം പാരലായിട്ട് വരണമെന്നില്ല. അപ്പോൾ എന്താവും, സിക്സാഗ് ആയിട്ട് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ബോൾട്ട് ഇവിടെ, 2 ബോൾട്ട്, 3 ബോൾട്ട്, ഇത് നമ്മൾ സിക്സാഗ് കണക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാഗേർഡ് കണക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണക്ഷനിൽ 2 ബോൾട്ടുകൾ തമ്മിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെ സ്റ്റാഗേർഡ് പിച്ച് എന്നാണ് പറയല്, PS. ഓക്കെ, സ്റ്റാഗേർഡ് പിച്ച്. പിന്നെ അടുത്ത ടേം എൻഡ് ഡിസ്റ്റൻസ് ആൻഡ് എഡ്ജ് ഡിസ്റ്റൻസ്. എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ എക്സ്ട്രീം ബോൾട്ട് ടു ദ എൻഡ് ഓഫ് ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ഡയറക്ഷന് പാരലായിട്ട് ഏറ്റവും എക്സ്ട്രീമായി നിൽക്കുന്ന ബോൾട്ട് അതിൻ്റെ എൻഡിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, സെൻറ്റർ ഓഫ് ദ ബോൾട്ടിന്ന് പ്ലേറ്റിൻ്റെ എൻഡിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, എഡ്ജിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതാണ് എൻഡ് ഡിസ്റ്റൻസ്. ഡെഫിനേഷൻ വായിച്ച് നോക്കാം. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ബോൾട്ട് ഹോൾസ് ടു ദ എഡ്ജ് ഓഫ് ആൻ എലിമെൻറ്റ് മെഷേർഡ് അലോങ് ദ ലോഡ് ഡയറക്ഷൻ. അതിൽ എൻഡ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആ ഫിഗർ ഒന്ന് നോക്കിയാൽ മതി. അടുത്തത് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ടു ദ എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലറായി വരുന്ന ഡയറക്ഷനിൽ ഏറ്റവും എഡ്ജിൽ വരുന്ന ബോൾട്ട് ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ എഡ്ജിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. എല്ലാം ഇപ്പോൾ പിച്ചാണെങ്കിലും ഗേജ് ആണെങ്കിലും എൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും മിനിമം ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ, മാക്സിമം അത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിലാദ്യത്തത് പിച്ചിനെ കുറിച്ച് പറയാം. പിച്ച് മിനിമം മിനിമം ഇത്രയെങ്കിലും പിച്ച് കൊടുക്കണമെന്നൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതായത് പിച്ച് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.5 ടൈംസ് നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബോൾട്ടിൻ്റെ 2.5 ടൈംസിനേക്കാളും കുറയാൻ പാടില്ല പിച്ച് അതിൽ കൂടുതലായിരിക്കണം എപ്പോഴും. ആ 2.5 ടൈംസ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടിനാണ് നമ്മൾ മിനിമം പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിച്ച് കുറവായുള്ള പ്രശ്നം എന്താണ്? പിച്ച് ഇതിനേക്കാളും കുറവാണെങ്കിൽ, അല്ലെങ്കിൽ പിച്ച് ഇതിൽ കൂടുതൽ കൊടുത്താൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ബിയറിംഗ് ഫെയിലിയർ ബിറ്റ്വീൻ 2 ബോൾട്ട്സ്. ബിയറിംഗ് ഫെയിലിയർ കുറക്കാൻ പറ്റും മിനിമം പിച്ച് കൊടുത്താൽ. അതുപോലെ ഫോർ സഫിഷ്യൻറ്റ് സ്പേസ് ടു ടൈറ്റ് ദ ബോൾസ്,
പിന്നെ ടു അവോയ്ഡ് ഓവർലാപ്പിംഗ് ഓഫ് വാഷേഴ്സ്, പിന്നെ ടു അവോയ്ഡ് ടിയർ ഔട്ട് ഓഫ് പ്ലേറ്റ്. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ മിനിമം ഇത്ര പിച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ മാക്സിമം പിച്ച് എത്ര വേണം കൊടുക്കുക. പിച്ച് പറഞ്ഞാൽ 2 ബോൾസ് തമ്മിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അതിനൊരു മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ട്. മാക്സിമം അത്രയും കൊടുക്കേണ്ടാവും, അത്രയും മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ന ടെൻഷൻ മെമ്പേഴ്സ്, ഇപ്പം ടെൻഷൻ മെമ്പർ ആവാം, കംപ്രഷൻ മെമ്പർ ആവാം, ഫ്ലക്ചറൽ മെമ്പർ ആവാം, അങ്ങനെ പല തരത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മെമ്പർ. അതൊരു ടെൻഷൻ മെമ്പർ ആണെങ്കിൽ പിച്ച് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 16 times T or 200 mm, whichever is lesser. where T is the thickness of thinner plate. കണക്ട് ചെയ്യുന്ന 2 പ്ലേറ്റിൽ തിന്നർ ഏതാണോ അതിൻ്റെ തിക്നെസ്. അതുപോലെ ഇൻ കംപ്രഷൻ മെമ്പേഴ്സ് ആണെങ്കിൽ പിച്ച് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 12 times T or 200 mm, whichever is lesser. ഇതെല്ലാം കോഡൽ സ്പെസിഫിക്കേഷനാണ്. IS 800 2007 വരുന്ന സ്പെസിഫിക്കേഷനാണ്. അതുപോലെ മിനിമം എൻഡ് ഓർ എഡ്ജ് ഡിസ്റ്റൻസ്. എഡ്ജ് ഡിസ്റ്റൻസിന് ഒരു മിനിമം, എഡ്ജോ എൻഡോ രണ്ടിനും സെയിം ആണ് സ്പെസിഫിക്കേഷൻ. മിനിമം ഇത്രയെങ്കിലും കൊടുക്കണമെന്നുണ്ട്. അതായത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.7 times ഹോൾ ഡയമീറ്റർ if it is in case of sheared or hand flame cut edges. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾട്ടിൻ്റെ ഒരു 10 ടൈപ്പ് ഓഫ് ബോൾസ് ഉണ്ട്. ഷിയേർഡ് ഹാൻഡ് ഫ്ലെയിം കട്ട് എഡ്ജുള്ള ബോൾസ് ഉണ്ട്. അതുപോലെ റോൾഡ് മെഷീൻ ഫ്ലെയിം കട്ട് ടൈപ്പ് ഓഫ് ബോൾസ് ഉണ്ട്. അപ്പോൾ അതേതാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്പെസിഫിക്കേഷനിലും വരും. രണ്ടും നോക്കുക ഏതാണെന്ന് വരുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അല്ലാത്ത കേസിൽ 1.5 times ഹോൾ ഡയമീറ്റർ എടുത്താൽ മതി. റോൾഡ് മെഷീൻ ഫ്ലെയിം കട്ട് സോൺ അത് കോഡിൽ വരുന്ന 2 സ്പെസിഫിക്കേഷനാണ്. തരാത്ത കേസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പം പ്രത്യേകം തന്നിട്ടൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് 1.5 times ഹോൾ ഡയമീറ്റർ എടുക്കാം. ഓക്കെ. അതുപോലെ നമ്മളിതിൻ്റെ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടിന് D എന്നും ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോളിന് D0 എന്നും ഡിനോട്ട് ചെയ്യാം. പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇതിലിപ്പോൾ അത് കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ മിനിമം എൻഡ് ഡിസ്റ്റൻസ് എന്തുകൊണ്ട് കൊടുക്കുന്നു? ഇഫ് എൻഡ് ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ദ മിനിമം എൻഡ് ഡിസ്റ്റൻസ് and edge distance is less than minimum edge distance, then the plate may fail in tension. ഒരു ടെൻഷൻ ആക്ട് ചെയ്യുമ്പം പ്ലേറ്റ് ടിയർ ഔട്ട് ആയി പോകാം, അല്ലെങ്കിൽ ഫെയിൽ ആയി പോകാം. ഓക്കെ. അതുപോലെ നമ്മൾ ഹോൾ ഡയമീറ്റർ, നമ്മളൊരു ബോൾട്ട് കൊടുക്കുമ്പോൾ അതിൽ എത്ര ഹോൾ ഡയമീറ്റർ കൊടുക്കണം? എന്തായാലും ബോൾട്ടിൻ്റെ ഡയമീറ്ററുകളും കുറച്ച് അധികം വേണം ഹോൾ ഡയമീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എത്ര കൊടുക്കുന്നതിൽ കോഡൽ പ്രൊവിഷൻ ഉണ്ട്. അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ. ഹോൾ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് പ്ലസ് ക്ലിയറൻസ്. നമ്മൾ എത്ര ഡയമീറ്ററിലെ ബോൾട്ടാണോ കൊടുക്കുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾ ഡയമീറ്റർ അതിന് കറസ്പോണ്ടിങ് ആയി ചേഞ്ച് ആവും. ആസ് പെർ കോഡ് ഇഫ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് ബിറ്റ്വീൻ 12 to 14 mm. അപ്പോൾ എക്സ്ട്രാ കൊടുക്കേണ്ട ക്ലിയറൻസ്, ഇപ്പം ബോൾട്ടിന് ഡയമീറ്റർ 12 mm ആണെങ്കിൽ അതിന് ക്ലിയറൻസ് കൊടുക്കേണ്ടത് +1 mm. അപ്പോൾ ടോട്ടൽ ബോൾട്ട് ഹോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D0 ഈസ് ഈക്വൽ ടു 12 + 1 13 mm ആയിരിക്കും ഹോൾ ഡയമീറ്റർ. ഓക്കെ, ഒരു എക്സാമ്പിൾ. അതുപോലെ ഡയമീറ്റർ 16 to 24 mm വരുന്നെങ്കിൽ ഇപ്പോൾ ക്ലിയറൻസ് 2 mm വരും. പിന്നെ അതുപോലെ ഗ്രേറ്റർ ദാൻ 24 ആണെങ്കിൽ ക്ലിയറൻസ് 3 mm കൊടുക്കണം. ഓക്കെ.